അടുത്തത് ബേസിസ് ഓഫ് കേർണൽ കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ബേസിസ് ഓഫ് റേഞ്ചിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിസ് ഓഫ് കേർണൽ കണ്ടുപിടിക്കാനും ബേസിസ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനും ഒരേ മെട്രിക്സ് ആണ്. പിന്നെ അവസാനം വരുമ്പോഴാണ് അവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. ഫസ്റ്റ് എന്ത് എഴുതാം? ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ ടി ഫ്രം r⁵ to r⁴ by t of x equal to ax where x is r5 and a equal to 1 2 0 1 minus 1 2 1 3 1 0 minus 1 0 minus 2 0 1 0 0 0 2 8. Find the basis of kernel T as a subspace of r⁵. കേർണൽ കണ്ടുപിടിക്കാൻ എന്തായാലും സീറോയിലേക്ക് മാപ്പ് ചെയ്യലാണ്. ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് മാപ്പ് ചെയ്തു? എ എക്സ് ഈക്വൽ ടു 0. നമ്മൾ എക്സ് എഴുതണില്ല, നേരെ എന്ത് ചെയ്തു? എയും ബിയും എഴുതി. എ എന്ന് പറഞ്ഞ മെട്രിക്സ് പ്ലസ് ഒരു കോളമായിട്ട് എന്ത് എഴുതണം? ബി എന്ന് പറയുമ്പോൾ ഫുള്ള് 0 ആണല്ലോ. 0 0 0 0 എന്ന് എഴുതി. ഇനി നമ്മൾ സാധാ ഗോസ് എലിമിനേഷൻ പോലെ തന്നെ ഇവിടെ വ്യത്യാസം ഡയഗണൽ എലമെൻസിനെ പിടിച്ച് നമ്മൾ എന്താക്കണം? 1 ആക്കണം. ഫസ്റ്റ് 1 ആക്കുക, അതിനടിയിലുള്ള ആൾക്കാരെ 0 ആക്കുക. പിന്നെ സെക്കൻഡ് കോളം നോക്കുക, അതിൻ്റെ സെക്കൻഡ് ഡയഗണലിനെ 1 ആക്കുക, അതിൻ്റെ അടിയിലുള്ള ആളെ 0 ആക്കുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഫസ്റ്റ് റോ ഇങ്ങനെയാണ്, ഫസ്റ്റ് മെട്രിക്സ് ഇങ്ങനെയാണ്. അപ്പോൾ 2 - 1നെ നമുക്ക് 0 ആക്കണം. അപ്പോൾ എങ്ങനെ ഇത് r2 ചേഞ്ചസ് ടു r2 - 2r1. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 0 - 3 3 - 1 2 0 എന്ന് കിട്ടും. ഈ സംഭവം ഫുൾ അപ്ലൈ ചെയ്യണം, ഈ റോയിൽ മൊത്തം അപ്ലൈ ചെയ്യണം. ഇനി നെക്സ്റ്റ് റോയിൽ -1 ആണ് കിടക്കുന്നത്. അതിലിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? r3 ചേഞ്ചസ് ടു r3 + r1. അത് എഴുതുമ്പോൾ എന്താ കിട്ടുക? 0 - 1 + 1 0 0 + 2 0 -2 + 0 -2 0 + 1 1 1 - 1 0 പിന്നെ ലാസ്റ്റത്തേൽ 0. പിന്നെ നാലാമത്തെ റോ ഫസ്റ്റ് തുടങ്ങുന്ന എലമെൻറ്റ് തന്നെ 0 ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഈ -3നെ പിടിച്ച് 1 ആക്കണം. -3നെ 1 ആക്കുക എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ -3 ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 0 1 -1 1/3 -2/3 0 എന്ന് കിട്ടും. ബാക്കി അങ്ങനെ തന്നെ എഴുതും. അതാണ് അടുത്ത ഒരു മെട്രിക്സ് വരിക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 2നെ 0 ആക്കണം. 2നെ 0 ആക്കുവാൻ എന്തൊക്കെ ചെയ്യണം? r3 ചേഞ്ചസ് ടു r3 - 2 r2. r1 എഴുതരുത്, r2. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 0 0 1 4 0. ഈ ഏരിയയിൽ ഒരു മെട്രിക്സ് മിസ്സിങ് ആണ് കേട്ടോ. അടുത്തത് 0 0 0 2 8 0. അതങ്ങനെ തന്നെ എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ ആക്ച്വലി 1 ആക്കേണ്ടിയിരുന്നത് ഈ ഒരു 2 ഭാഗത്തിലെ ആയിരുന്നു. ഈ ഒരു ഭാഗത്തായിരുന്നു 0 ആക്കേണ്ടത്. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നോൺ 0 വരികയായിരുന്നെങ്കിൽ ഈ 4th റോനെ പിടിച്ചിട്ട് നമുക്ക് 3rd റോ ആയിട്ട് ഇടായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടും ഇങ്ങനെ 0 ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? 0 അതിനെ 1 ആക്കാൻ നോക്കണ്ട. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത എലമെൻറ്റ് 3rd റോയിൽ അടുത്ത എലമെൻറ്റിനെയാണ് എന്താക്കേണ്ടത്? 1 ആക്കേണ്ടത്. പക്ഷെ അത് ഓൾറെഡി 1 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും തൊടണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2നെ 0 ആക്കണം. 2നെ 0 ആക്കാനുള്ള ഇക്വേഷൻ r4 ചേഞ്ചസ് ടു r4 - 2 r3. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് കണ്ടോ, ഇത് 2 മൾട്ടിപ്പിൾസ് ആണ്. 0 0 0 1 4 0ൻ്റെ മൾട്ടിപ്പിളാണ് 0 0 0 2 8 0. മൂന്നാമത്തെ റോനെ ഇൻറ്റു 2 ചെയ്തതാണ് നാലാമത്തെ റോ. അപ്പോൾ അത് ഫുള്ള് 0. ചില കുട്ടികൾക്ക് ആ ലോജിക്ക് യൂസ് ചെയ്തിട്ട് അടുത്ത ലൈൻ ഫുൾ എന്താണെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി ചിലവർക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഫുള്ള് 0 ആയിപ്പോയി. ഇനി അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇപ്പം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ റാങ്ക് എത്രയാണ്? ഫുള്ള് 0 ആകാത്ത എത്ര റോ കിട്ടി? 3 റോ കിട്ടി. നമ്പർ ഓഫ് അൺനോൺ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഫ്രീ വേരിയബിൾ എന്ന് പറയുമ്പോൾ n - r = 5 - 3 = 2 എന്ന് കിട്ടി. ഇനി ഈ മെട്രിക്സിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. x1 + 2x2 + x4 - x5 = 0. നെക്സ്റ്റ് x2 - x3. അടുത്തതുള്ളത് എന്താ ഉള്ളത്?
പ്ലസ് x4/3 മൈനസ് 2xy/3 ഈക്വൽ ടു 0. ലാസ്റ്റത്തെ x4 പ്ലസ് 4x5 ഈക്വൽ ടു 0 മെട്രിക്സിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ വേരിയബിൾ 2 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രണ്ടാൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ ആദ്യം താഴത്തുനിന്ന് പോവുകയാണ്. അത് ഞാൻ x5ന് t കൊടുത്തു. xy t ആണെങ്കിൽ x4 ഈക്വൽ ടു -4x5 എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? x4 ഈക്വൽ ടു -14 കിട്ടും. ഇപ്പോൾ s5t x4 -14 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വാല്യൂവിന് നമുക്ക് 2 വേരിയബിളിന് ഇട്ട് കൊടുക്കാമല്ലോ. അടുത്ത ഞാൻ h3ന് എന്തിട്ട് കൊടുത്തു? s എന്നിട്ട് കൊടുത്തു. അപ്പോൾ h2ൻ്റെ അപ്പുറത്തുള്ള എല്ലാ ടേംസിനും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ x3 മൈനസ് x4/3 പ്ലസ് 2xy/3 എന്ന് കിട്ടി. അപ്പോൾ എന്ത് വരും? h3യുടെ വാല്യൂ ആണ് s, x4ൻ്റെ വാല്യൂ ആണ് -40. അപ്പോൾ ഇതെന്ത് വരും? +40/3 പ്ലസ് 2x5ൻ്റെ വാല്യൂ ആണ് എന്ത്? t. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എന്ത് വന്നു? 40 + 2t 60/3 s + 2t എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് x1ൻ്റെ കൂടി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ x1ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ ടേംസിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2x2 -x4 + xy, എന്നിട്ട് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x2ൻ്റെ വാല്യൂ s + 2t, x4ൻ്റെ വാല്യൂ -40, x5ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് t. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. -2x + 40 -40 + t, 40 -40 ക്യാൻസലായിപ്പോയി. -2x + t ഇന്ന് കിട്ടി. ഇനി x1 x2 x3 x4 x5ന് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ്സിന് എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ -2 1 1 0 0 എന്ന് വരും. അതെങ്ങനെയാണ് വന്നത്? ഈ മൂന്നാമത്തേൽ എസ് നിൽക്കണേ ഇല്ല, അത് കോഎഫിഷ്യൻസ് ആണ് എഴുതണത്. എസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ അവിടെ 0 ഇട്ട് കൊടുത്തു. പ്ലസ് ടി, ആദ്യത്തെ ഇക്വേഷനിൽ 1 ആണ് കോഎഫിഷ്യൻറ്റ്, രണ്ടാമത്തേൽ 2 ആണ്, മൂന്നാമത്തേൽ ഒന്നുമില്ല അപ്പോൾ 0, നാലാമത്തേൽ -4, അഞ്ചാമത്തേൽ 1. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത്? ഇത് രണ്ടും ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇതാണ് നമ്മുടെ ബേസിസ് ഓഫ് കേർണൽ ടി. ഇപ്പോൾ കേർണലിൻ്റെ ഡയമെൻഷൻ എന്താ? 2 ആണ്. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ചോദ്യം ബേസിസ് ഓഫ് റേഞ്ച് ഓഫ് ടി എന്നാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ മെട്രിക്സ് അല്ലേ. ഫൈനൽ മെട്രിക്സ് എടുക്കുക. അതിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് വണ്ണിനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് റോനെ നോക്കുക. അതിലെ ഫസ്റ്റ് വണ്ണിനെ മാർക്ക് ചെയ്യുക. തേർഡ് റോ നോക്കുക. അതിലെ ഫസ്റ്റ് വണ്ണിനെ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ അതേ പൊസിഷനിൽ പോയിട്ട് മാർക്ക് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്യും, 1ൽ മാർക്ക് ചെയ്യും, ഈ 1ൽ മാർക്ക് ചെയ്യും, ഇവിടുത്തെ 0ലും മാർക്ക് വരും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ റോസിനെ എടുത്തിട്ട് എഴുതുക. റോയൽ ഈ കോളത്തിന് 1 2 -1 0 2 1 0 0 1 1 0 2. ഇതിപ്പോൾ എന്താ ചെയ്ത് ഏതാ പൊസിഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് കേർണലിന് കിട്ടിയ മെട്രിക്സിലെ ലാസ്റ്റ് പൊസിഷനിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ മെട്രിക്സിന് എന്ത് ചെയ്യുക? ആ പൊസിഷൻ നമ്മൾ ഒറിജിനൽ മെട്രിക്സിൽ പോയിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കോളംസ് കിട്ടും. ആ കോളംസ് എടുത്ത് എഴുതി കണ്ടോ. -2 1 1 0 0 1 2, അതല്ല ഇവിടെ എഴുതിയിരിക്കണു 1 2 -1 0 2 1 0 0 1 1 0 2. അപ്പം എങ്ങനെ എഴുതണം? നമ്മൾ ഇതേപോലെ അതിനാക്കിയിട്ട് എഴുതണം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് റേഞ്ച്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ റേഞ്ച് മാത്രം ഫൈൻഡ് ബേസിസ് ഓഫ് റേഞ്ച് ഓഫ് ടി മാത്രം ചോദിക്കണമെങ്കിൽ നമ്മൾ AB = 0 എന്നുള്ള ആ ഒരു ഇതില്ലേ, അത് എഴുതണ്ട. കണ്ടോ, ആ എ എന്ന മെട്രിക്സ് മാത്രം എഴുതണ്ട. നമ്മളൊരു കോളം സെപ്പറേറ്റ് ആയിട്ട് ഫുള്ള് 0 എന്ന് എഴുതിയില്ലേ, അത് എഴുതണ്ട. ഇനിയാണ് റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ടി = n കിട്ടണം. അപ്പോൾ നമുക്ക് റാങ്കിൻ്റെ ഡെഫിനിഷൻ, ഇവിടുത്തെ ഏത് ഡെഫിനിഷൻ വന്നാലും ടി ഫ്രം വി ടു ഡബ്ല്യു ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡയമെൻഷൻ ഓഫ് കേർണൽ ടി ആണ് നമ്മൾ എന്ത് വിളിക്കുക? നള്ളിറ്റി ഓഫ് ടി. ഡയമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ടി ആണ് നമ്മൾ റാങ്ക് ടി എന്ന് വിളിക്കുക. ഇനി സം ഓഫ് റാങ്ക് ആൻഡ് നള്ളിറ്റി = ഡൊമൈൻ്റെ
dimension of domain ആണ്. അപ്പോൾ let T from V to W be a linear transformation from a n-dimensional vector space V into vector space W. Then sum of dimension of range and kernel എന്ന് പറയുന്നത് എന്തായിരിക്കും? dimension of V ആയിരിക്കും. dimension of V എന്ന് പറയുന്നത് n ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് ഡിഫൈൻ ബൈ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെട്രിക്സിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റാങ്ക് കണ്ടുപിടിക്കണം. ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ റാങ്ക് എന്ത് കിട്ടി? ഫുള്ള് സീറോ ആവാത്ത എത്ര റോകൾ കിട്ടി? 2 കിട്ടി. നള്ളിറ്റി എന്ത് കിട്ടി? 3 നള്ളിറ്റി ഈക്വൽ ടു n-r. ഇവിടെ നമ്മളുടെ ഡൊമൈൻ്റെ ഡയമെൻഷൻ എന്താ? 3 - 2 ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഇനി ഫൈൻഡ് ദ റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലെറ്റ് T ഫ്രം r⁵5 to r⁷ is linear transformation. Find the dimension of kernel T when dimension of range is 2. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? നള്ളിറ്റി പ്ലസ് റേഞ്ച് T ഈക്വൽ ടു 5 ആണ്. കാരണം ഡൊമൈൻ്റെ ഡയമെൻഷൻ 5 ആണ്. അപ്പോൾ റാങ്ക് T 2 പ്ലസ് നള്ളിറ്റി T ഈക്വൽ ടു 5. ഇവിടുന്ന് നള്ളിറ്റി T ഈക്വൽ ടു 5 - 2 ഈക്വൽ ടു 3 കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇതായിരുന്നു ചലഞ്ച് എക്സാമിന്. ഈ ഒറ്റ സാധനം ഉണ്ടായിരുന്നുള്ളൂ. ABC എന്ന് പറഞ്ഞിട്ട് 3 ഉണ്ടായിരുന്നില്ല. ഫൈൻഡ് റാങ്ക് ഓഫ് T വെൻ നള്ളിറ്റി ഓഫ് T ഈസ് 4. അപ്പോൾ റാങ്ക് T പ്ലസ് നള്ളിറ്റി T ഈക്വൽ ടു n. നള്ളിറ്റി T നമുക്ക് 4 കിട്ടി. അപ്പോൾ റാങ്ക് T എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം 1 + 4 ആണ് 5. ഫൈൻഡ് റാങ്ക് ഓഫ് T വെൻ കേർണൽ ഓഫ് T ഈക്വൽ ടു 0. കേർണലിൻ്റെ ഉള്ളിൽ 0 മാത്രമല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് പഠിച്ചു? 0 എന്ന് പഠിച്ചു. അപ്പോൾ കേർണൽ T, അതായത് റാങ്ക് T പ്ലസ് നള്ളിറ്റി T ഈക്വൽ ടു 5. അതിന് നള്ളിറ്റി T 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റാങ്ക് T 5. അടുത്തത് അതന്നെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തേക്കുന്നതാണ്. T ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് T ഓഫ് x, y, z ഈക്വൽ ടു 0. അതായത് എല്ലാ എലമെൻസിനും 0യിലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയണത് എന്താ? ആർ ക്യൂബ് തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ T ഫ്രം r⁴ ടു r⁴ T ഓഫ് x, y, z, w ഈക്വൽ ടു y(h,w,z). കേർണൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കുകയാണില്ല. T ഓഫ് x, y, z, w ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ T ഓഫ് x, y, z, w എന്ന് പറയുന്ന എൻ്റെ ഫോർമുല എന്താ? ഫോർമുല അല്ല, നമുക്ക് തന്നത് എന്താ? y(h,w,z). അപ്പോൾ നമുക്ക് കിട്ടി x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0, z ഈക്വൽ ടു 0, w ഈക്വൽ ടു 0. അപ്പോൾ കേർണൽ Tയിൽ 0 മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ T ഫ്രം r² ടു r², T ഓഫ് xy ഈക്വൽ ടു x + 2y, y - x. അപ്പോൾ T ഓഫ് xy ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ x + 2y, y - x ഈക്വൽ ടു 0, 0 എന്ന് വന്നു. x + 2y ഈക്വൽ ടു 0, y - x ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1 2 0, അടുത്തത് -1 1 0. നേരത്തെയൊക്കെ ഡയറക്റ്റ് കിട്ടിയായിരുന്നു. ഇപ്പം അതങ്ങനെ കിട്ടണില്ല. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് ഒന്നിൽ സൈമൾട്ടിപ്ലിക്കേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 എന്ന് കിട്ടും കേട്ടോ. ഇത് പിന്നെ കുഞ്ഞേ മെട്രിക്സ് അല്ല. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. R2 ചേഞ്ചസ് ടു R2 + R1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. രണ്ട് കൂടി എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ 2 + 1 3. അപ്പോൾ നമുക്ക് കിട്ടും 3y ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഈക്വൽ ടു 0. ആദ്യത്തെ ഇക്വേഷൻ x + 2y ഈക്വൽ ടു 0. ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ട് y 0 ആണ്. അങ്ങനെയാണെങ്കിൽ x 0 ആയിരിക്കും. അപ്പോൾ കേർണൽ Tയിൽ 0 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് കേർണൽ ആൻഡ് റേഞ്ച്. ഡിഫൈൻ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T ബൈ T ഓഫ് x ഈക്വൽ ടു ax. ഫൈൻഡ് കേർണൽ T ആൻഡ് റേഞ്ച് T. അപ്പോൾ A പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട് 1 2 3 4. നമുക്കൊന്നും ചെയ്യാനില്ല. കേർണലിന് കേട്ട് കഴിഞ്ഞാൽ അത് 0യിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ AX ഈക്വൽ ടു 0. എന്നാൽ AB എഴുതി 1 2 3 4 0 0. എന്നിട്ട് എന്ത് ചെയ്യാം? അത് മെട്രിക്സായി കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ 3 0 ആയി. അതെങ്ങനെയാണ്? R2 ചേഞ്ചസ് ടു R2 - 3R1.
അത് ഫുള്ള് റോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 0 -2 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ -2y = 0 ഇംപ്ലൈസ് y = 0. അതേപോലെ തന്നെ x + 2y = 0 ഇംപ്ലൈസ് ഇപ്പോൾ തന്നെ y 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സും 0 ആയിരിക്കും. അപ്പോൾ കേർണൽ ടിയിൽ ആര് മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഞ്ച് ഓഫ് ടി എങ്ങനെയാണ് എഴുതേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 1 ശരിക്കും പറഞ്ഞാൽ ഈ -2നെ നമ്മൾ 1 ആക്കേണ്ട ആവശ്യമുണ്ട് ശരിക്കിൽ. ഇവിടെ അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യണ നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ 1 ആക്കിയതുകൊണ്ട് അങ്ങനെ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് 1നെ സെലക്ട് ചെയ്തു. സെക്കൻഡ് റോയിൽ പോയിട്ട് ഇവിടെ -2 ആണ് എഴുതിയിരിക്കുന്നത്. ആ റോനെ ഡിവൈഡഡ് ബൈ -2 ചെയ്യുമ്പോൾ അത് 1 കിട്ടില്ലേ? അപ്പോൾ അത് 0 1 0 എന്ന് വരും. ആ റോയിലെ 1നെ സെലക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് റോയിൽ 1നെ സെലക്ട് ചെയ്തു. അത് ഒറിജിനൽ ക്വസ്റ്റ്യനിൽ പോയിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ കോളത്തിന് എടുത്ത് എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 3 2 4 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ബേസിസ് ഫോർ കേർണൽ ആൻഡ് നള്ളിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T ഫ്രം R⁴ to R⁴ ഡിഫൈൻഡ് ബൈ T of x = Ax where x element of R⁴. നമുക്ക് എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. 2 -1 0 1 3 2 1 -1 0 1 -1 2 5 0 -2 2. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് റോ ഡിവൈഡഡ് ബൈ 2. കാരണം ഫസ്റ്റ് ആ ഒരു എലമെൻറ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? 1 ആക്കണം. അപ്പോൾ 1 -1/2 0 1/2 0 എന്ന് കിട്ടി. ബാക്കിയൊക്കെ അതേപോലെ എഴുതി. നെക്സ്റ്റ് നമുക്ക് എയിം എന്താ? ആ ഫസ്റ്റ് 1ൻ്റെ അടിയിലുള്ള എല്ലാ എലമെൻസിനും പിടിച്ച് 0 ആക്കണം. അപ്പോൾ 3നെ 0 ആക്കണം, 5നെ 0 ആക്കണം. അപ്പോൾ എന്താ ഇക്വേഷൻ വരെ? R2 ചേഞ്ചസ് ടു R2 - 3R1. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് എല്ലാ എലമെൻസിനെയും അപ്ലൈ ചെയ്യണം. ഞാനപ്പോൾ എന്താ ചെയ്യാറ് വെച്ചാൽ എല്ലാ എലമെൻസും അടിയിലേക്ക് എഴുതും. അപ്പോൾ 2 1 -1 അടുത്ത് എന്തായാലും 0 ആണ്. -3 × -1/2. അപ്പോൾ എന്ത് കിട്ടി? രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ 7/2 1 -5/2 0. അടുത്ത റോയിൽ ഒരു ചേഞ്ചും ഇല്ല, അതങ്ങനെ തന്നെ എടുത്ത് എഴുതി. 5ന് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 5/2 -2 -1/2 0. ഈ 7/2നെ നമുക്ക് എന്താക്കണം? 7/2നെ 1 ആക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് R2 ചേഞ്ചസ് ടു R2 × 2/7. അത് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഇൻറ്റു മൾട്ടിപ്ലൈ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ ചില കുട്ടികൾ +1 +2 എന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. R2 ചേഞ്ചസ് ടു R2 +2 അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും റോയും ഉണ്ടാവണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? × 2/7 ചെയ്യണം. × 2/7 ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് 1 ഇവിടെ 2/7 ഇവിടെ × -5/7 0 എന്ന് കിട്ടും. അടുത്ത റോ അങ്ങനെ തന്നെ എഴുതി. നെക്സ്റ്റ് എന്ത് കിട്ടി? 0 5/2 -2 -1/2 0. അപ്പോൾ ഈ R3നെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? R3 ചേഞ്ചസ് ടു R3 - R2 ചെയ്യുമ്പോൾ അത് 0 ആവും. അടുത്തത് -1 R3 - R2 അല്ലേ? -1 -2/7 2 + 5/7. ഇത് ചെയ്യുമ്പോൾ -9/7 19/7 0 എന്ന് കിട്ടും. ലാസ്റ്റ് റോയിൽ ഇങ്ങനെ ചെയ്യാം. R4 ചേഞ്ചസ് ടു R4 - 5/2 R2. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -9/2 18/14 0 എന്ന് കിട്ടും. ഇപ്പോൾ ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ഈ -9/7നെ 1 ആക്കണം. അതാക്കാൻ × 7/-9 ചെയ്യുമ്പോൾ 1 -19/9 0. മറ്റേത് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മുടെ നെക്സ്റ്റ് ടൈം -9/2നെ 0 ആക്കണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ R4 ചേഞ്ചസ് ടു R4 മൈനസ് ആണോ പ്ലസ് ആണോ വരിക? അതായത് രണ്ടും സെയിം സൈൻ ഓപ്പോസിറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ അതെന്താ ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത്. രണ്ടും സെയിം സൈൻ ആണെങ്കിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. R4 ചേഞ്ചസ് ടു R4 -9/2 R3. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 0 0 -115/14 0 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണേ? ഇതിനെ 1 ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x4 0 കിട്ടും. x4 0 കിട്ടി. നെക്സ്റ്റ് ഇനി എന്താണ്? ഇപ്പോൾ ഒരു ഫുൾ കംപ്ലീറ്റ് മെട്രിക്സ് ഉണ്ട്, അതിനെ നമുക്ക് ഇക്വേഷൻ ആക്കണം.
ഇവിടെ നമ്മളോട് റേഞ്ച് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ h1 മൈനസ് h2/2 ഇനി പ്ലസ് h4/2 ഈക്വൽ ടു 0 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെന്താണ് ഇക്വേഷൻ? h2 പ്ലസ് 2/7 h3 മൈനസ് 5/7 h4 ഈക്വൽ ടു 0. നെക്സ്റ്റ് h3 മൈനസ് 19/9 h4 ഈക്വൽ ടു 0. അങ്ങനെ 4 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അടീന്ന് എഴുതിപ്പോയപ്പോൾ h4 ഈക്വൽ ടു 0 കിട്ടി. അടുത്ത ഇക്വേഷൻ നോക്കിയപ്പോൾ ഓൾറെഡി നമുക്ക് h4 0 കിട്ടി. അപ്പോൾ h3യും 0 എന്ന് കിട്ടും. ഇപ്പോൾ h4 h3യും 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ h2യും 0 എന്ന് കിട്ടി. ലാസ്റ്റ് ഇപ്പോൾ h2 h4 ഒക്കെ 0 ആണ്. അപ്പോൾ h1ഉം 0 ആണ്. അപ്പോൾ കേർണൽ ടിയിൽ ആരും മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈൻഡ് ദ റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ആർ ക്യൂബ് ടു ആർ ക്യൂബ് ഡിഫൈൻഡ് ബൈ മെട്രിക്സ് എ ഈക്വൽ ടു 1 0 1 0 1 0 1 0 1. കണ്ട, ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും സെയിം ആണ്. അപ്പോൾ അതെന്ത് എഴുതാം? ഫുള്ള് 0 എഴുതാം. അപ്പോൾ അതിൻ്റെ റാങ്ക് എന്താണ്? 2 ആണ്. റാങ്ക് 2 പ്ലസ് നള്ളിറ്റി റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ടി ഈക്വൽ ടു n. ഇവിടെ n എന്താ? ഡൊമൈൻ്റെ ഡയമെൻഷൻ എന്താ? 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് 1 കിട്ടും. അടുത്ത് നല്ല എളുപ്പമുള്ളൊരു ഭാഗമാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ആർ ക്യൂബ് ടു ആർ സ്ക്വയർ ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് 2y 2x പ്ലസ് വൈ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആർ ക്യൂബിലെ സ്റ്റാൻഡേർഡ് ബേസിസ് ഏതൊക്കെയാണ് വരിക? 1 0 0 0 1 0 0 0 1. അതെല്ലാ പോയിൻറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടുമല്ലോ. അതെടുത്ത് കോളം വൈസ് ആയിട്ട് എഴുതാം. വേറെ ഒരു പരിപാടിയും ഇല്ല. 1 0 0. അപ്പോൾ എക്സ് 1 y 0 z 0. അപ്പോൾ എക്സ് മൈനസ് 2y എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. നെക്സ്റ്റ് 2x പ്ലസ് വൈ, അതായത് 2 പ്ലസ് 0 അവിടെ നിന്ന് 2 കിട്ടും. നെക്സ്റ്റ് എന്താ? വൈക്ക് 1 ബാക്കിയൊക്കെ 0. വൈക്ക് 1 ആകുമ്പോൾ മൈനസ് 2 1 വരും. നെക്സ്റ്റ് സെഡിൽ 1 ബാക്കിയൊക്കെ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 0 എന്ന് വരും. അത് കോളം വൈസ് ആയിട്ട് നമ്മൾ എഴുതി. ഇനി അത് നോക്കൂ. ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ പ്രൊജക്റ്റ് ഈച്ച് പോയിന്റ് ഇൻ ടു എക്സ് ആക്സിസ് ഫൈൻഡ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ഐ. ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും? എക്സ് 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ടി ഓഫ് 1 0 ഈക്വൽ ടു എന്ത് വരും? 1 0. ടി ഓഫ് 0 1 എന്ത് വരും? 0 0 എന്ന് വരും. അത് നമ്മൾ കോളം വൈസ് ആയിട്ട് എഴുതി. അതാണ് മെട്രിക്സ്. ഇനി രണ്ട് ബേസിസ് ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ലെറ്റ് ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ 2x മൈനസ് വൈ. ഫൈൻഡ് ദ മെട്രിക്സ് ഫോർ ടി റിലേറ്റീവ് ടു ബേസിസ് ബി ഈക്വൽ ടു 1 2 മൈനസ് 1 1 സി ഈക്വൽ ടു 1 0 0 1. അപ്പോൾ ബിയിലുള്ള വെക്ടേഴ്സിന് ഫസ്റ്റ് ഓഫ് ഓൾ v1ഉം v2 കൊടുത്തു. സിയിലുള്ളത് w1 w2. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടി ഓഫ് v1ഉം ആദ്യത്തെ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു എലമെൻറ്റ് കിട്ടും. ആ കിട്ടിയ എലമെൻറ്റിനെ നമ്മൾ സിയിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതണം. അപ്പോൾ ടി ഓഫ് v1 കൊടുക്കുമ്പോൾ എന്ത് വന്നു? ടി ഓഫ് 1 2 ഈക്വൽ ടു എക്സിന് 1 വൈക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് വന്നു? എക്സ് പ്ലസ് വൈ 1 + 2 3 എന്ന് വരും. 2x മൈനസ് വൈ എന്ന് ചെയ്യുമ്പോൾ 2 - 2 0. അപ്പോൾ 3 0 എന്ന് കിട്ടും. അതിപ്പോൾ ഈ 1 0 0 1 സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ നല്ല സുഖമാണ്. അപ്പോൾ 3w1 + 0w2 എന്ന് വന്നു. ടി ഓഫ് v2 എന്താ വന്നത്? ടി ഓഫ് -1 1 ചെയ്യുമ്പോൾ 0 - 3 എന്ന് വന്നു. അപ്പോൾ 0w1 - 3w2 എന്ന് കിട്ടി. ഇതെങ്ങനെ എഴുതണേ വെച്ചാൽ w1 എന്ന് പറയുന്നത് 1 0 ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എഴുതാം 0 0 1. സെക്കൻഡ് എലമെൻറ്റ് -3. ഇത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ എഴുതണത്. എപ്പോഴും സ്റ്റാൻഡേർഡ് തരണം എന്നില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലൊന്നും സ്റ്റാൻഡേർഡ് അല്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3w1 + 0w2 കണ്ടോ? 3 0 എന്ന് എഴുതി. നെക്സ്റ്റ് 0 - 3 എന്ന് നമ്മളെങ്ങനെ എഴുതി? റോ വൈസിൽ എഴുതി. മോഡൽ എക്സാം പേപ്പറിൽ കൊടുത്തിട്ട് 5 മാർക്കിന് കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ടി ഫ്രം ആർ ക്യൂബ് ടു ആർ സ്ക്വയർ ഡിഫൈൻഡ് ബൈ
ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 3x minus 2z 2y minus z. ഫൈൻഡ് ദ മെട്രിക്സ് ഓഫ് ടി റിലേറ്റഡ് ടു ബേസിസ് ബി സി. ബി ആയിട്ട് 101 1 മൈനസ് 10 0 11 സി ആയിട്ട് 11 10 എന്ന് കൊടുത്തേക്കണത്. ബിയിലുള്ള വെക്ടേഴ്സിന് V1 V2 V3 എന്ന് കൊടുത്തു. സിയിലുള്ള വെക്ടേഴ്സിന് W1 W2 എന്ന് കൊടുത്തു. അപ്പോൾ ടി ഓഫ് V1 ടി ഓഫ് 101 എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ 1, വൈൻ്റെ വാല്യൂ 0, സെഡിൻ്റെ വാല്യൂ 1. അപ്പോൾ 3x minus 2z ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1. അതേപോലെ തന്നെ 2y minus z ചെയ്യുമ്പോൾ -1 എന്ന് വന്നു. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 1 - 1നെ സീൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതണം. അപ്പോൾ A × 11 + B × 10 ആയിട്ട് എഴുതി. അപ്പോൾ എന്ത് കിട്ടും? A + B A. ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ -1, A + ബിയുടെ വാല്യൂ 1. എയുടെ വാല്യൂ -1 ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്ത് കിട്ടും? 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ട്രാൻസ്ഫോർമേഷൻ ഓഫ് V1 ഈക്വൽ ടു -W1 + 2W2 അല്ലേ? നമ്മുടെ 11ഉം 10 ആരായിരുന്നു? W1ഉം W2ഉം. എയുടെയും ബിയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് -1ഉം 2ഉം. അടുത്ത നോക്കൂ, ടി ഓഫ് V2 ടി ഓഫ് 1 - 1 0 അത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 - 2 എന്ന് കിട്ടും. ഈ 3 - 2നെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതുമ്പോൾ A × 11 + B × 10 എന്ന് കിട്ടും. അപ്പോൾ A + B A എന്ന് വരും. ഇവിടുന്ന് ഒറ്റ നോട്ടത്തിൽ എയുടെ വാല്യൂ -2, A + ബിയുടെ വാല്യൂ 3. എയുടെ വാല്യൂ -2 ആയി കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എന്ത് കിട്ടും? 3 + 2 5 എന്ന് കിട്ടി. അപ്പോൾ -2W1 + 5W2. ടി ഓഫ് V3 എന്ന് പറയുമ്പോൾ ടി ഓഫ് 0 1 1. അപ്പോൾ എന്താ വരിക? -2 2 - 1 -2 1 എന്ന് കിട്ടും. അപ്പോൾ -2 1 ഈക്വൽ ടു A × 11 + B × 10. അപ്പോൾ A + B A. എയുടെ വാല്യൂ 1, A + ബിയുടെ വാല്യൂ -2. അപ്പോൾ B -2 - A -2 - 1 ഈക്വൽ ടു -3 എന്ന് കിട്ടി. അപ്പോൾ W1 - 3W2 അതും നമ്മൾ എഴുതി. അപ്പോൾ ഇത് എഴുതുമ്പോൾ ടി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? -1 2 -2 5 1 - 3.